വെൽക്കം ടു ബയോത്തോട്ട്. അപ്പോൾ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ്റെ പോർഷനാണെന്ന് നോക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ ആക്ടിവിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് തന്നെയാണ് ക്വൈറ്റസ്, ബയോളജിക്കൽ ടേംസ് ആണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ മെയിൽ ഇൻഡിവിജ്വലിൽ നിന്ന് സെമൻ എന്ന് പറഞ്ഞാൽ എന്താ? സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം അല്ലേ റിലീസ് ചെയ്യുന്നുണ്ട്. ജാക്കുലേഷൻ എന്നൊക്കെ നമ്മൾ പറയും പീനസിന്റെ സ്ട്രക്ചറിൽ നിന്ന്. പീനസ് എന്താണ്? മെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ജെനൈറ്റൽ ഏരിയ ഭാഗത്തിനെ പറയുന്നതാണ് മെയിലിന്റെ, ദാറ്റ് ഇസ് പീനസ്. ഇൻ ടു ദ എന്താണ്? വജൈന മീൻസ് വാട്ട്? ഫീമെയിൽ റിപ്പോർട്ടീവ് ട്രാക്ടിന്റെ ഭാഗമാണ് അല്ലേ? അപ്പൊ അവിടേക്ക് ഇൻസേർട്ട് ആവുന്നു, ദാറ്റ് ഇസ് ഇൻസെമിനേഷൻ. നമ്മൾ സെമനെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഇൻസെമിനേഷൻ. അപ്പൊ ഈ മൊട്ടൈൽ ആയിട്ടുള്ള സ്പേംസ്, മോട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് ഉള്ള സ്പേംസുകൾ സ്വിം റാപ്പിഡ്ലി. എന്നിട്ട് അവരെങ്ങോട്ടാ പോവുക? വജൈന കഴിഞ്ഞ് അവർ മുകളിലോട്ട് സെർവിക്സിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? യൂട്രസിന്റെ ഭാഗത്തേക്ക്. അങ്ങനെ അവർ ആംപുലറി റീജിയനിൽ വന്ന് ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംപുലറി റീജിയനിൽ വന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ ഫീമെയിൽ റിപ്പോർട്ടീവ് ട്രാക്ടിൽ ആ ഭാഗമൊക്കെ പഠിച്ചതാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ ഓവം എവിടെ നിന്ന് റിലീസ് ചെയ്യണം? ഓവറിൽ നിന്ന് റിലീസ് ചെയ്യണം ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദിസ് ആംപുലറി റീജിയൻ. അങ്ങനെയാണെങ്കിലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ അല്ലേ? ദ ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് ദ ഓവം ആൻഡ് ദ സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമിൾട്ടേനിയസ്ലി ടു ദിസ് ആംപുലറി റീജിയൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൈ നോട്ട് ഓൾ ദ കോപ്പുലേഷൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ. മീൻസ് എന്തുകൊണ്ടാണ് എല്ലാ ഫെർട്ടിലൈസേഷനും എല്ലാ കോപ്പുലേഷൻസും എല്ലാ സെക്ഷൽ ആക്ടിവിറ്റിയും എന്തുകൊണ്ട് പ്രഗ്നൻസിയും ഫെർട്ടിലൈസേഷനും കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. കാരണം എന്താ? സൈമിൾട്ടേനിയസ്ലി ആ ഭാഗത്തേക്ക് എത്തണം അല്ലേ? സൈമിൾട്ടേനിയസ്ലി ആ ഭാഗത്തേക്ക് എത്തിയാലല്ലേ കാര്യമുള്ളൂ. ഇനി എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് ദ സ്പേം ആൻഡ് വിത്ത് ദ ഓവം, ഇതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഓവമും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറയാം അല്ലേ? ഓക്കെ, അപ്പൊ ഞാനിതിൽ നമ്മുടെ ആ ഒരു പാത്വേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പാത്വേയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് 1 second എടുക്കുള്ളൂ. ഇറ്റ് വിൽ ഓപ്പൺ. ഓക്കെ ഫൈൻ, 2-3 seconds. വിൽ സീ കൗണ്ട്. തുറന്നില്ലേ? ഓക്കെ, ഈ പടം നോക്കിയേ. ഈ പടത്തിൽ നോക്കിയേ, ഇവിടുന്ന് ഇതിപ്പോ ഓവറിയുടെ ഭാഗമാണ് അല്ലെ? ഓവറിയാണ്. ഇനി ഓവറിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഓവം റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെ? അപ്പൊ ഈ ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിംബ്രി അത് കളക്ട് ചെയ്തിട്ട്, ഇതിപ്പോ ഇംപ്ലാന്റേഷന്റെ ഭാഗത്തുള്ള ട്രാൻസ്ഫർ ഒക്കെയാണ്, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ നോക്കൂ, ഈ ഓവം പുറത്തേക്ക് റിലീസ് ചെയ്ത് ഫിംബ്രിയെ കളക്ട് ചെയ്തു. ഇത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എന്താ നോക്കേ, ഈ താഴെ തന്നെ ഈ ഭാഗത്തുനിന്ന് എന്ത് വരുന്ന ആ സമയത്ത് സ്പേം ട്രാവൽ ചെയ്ത് ഇങ്ങനെ വന്ന് അവിടെ ഇതേപോലെയുള്ള വൈഡ് റീജിയനിൽ, ആംബുലർ റീജിയനിൽ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ നോക്കി ഇവരുടെ ഫ്യൂഷൻ ഇവിടെ നടക്കുന്നു. ഒരേ സമയത്ത് അവർ വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നുണ്ട്? അവരുടെ ഫ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലെ? ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫ്യൂഷൻ നടക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് മുകളിലോട്ട് ആ ഒരു നോക്കിയേ, ആ ഒരു ഫ്യൂഷൻ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ പല ഭാഗങ്ങൾ, പല ഘട്ടമായി പല ഭാഗങ്ങൾ അത് ക്രോസ് ചെയ്യണം. ദാറ്റ് ഇസ് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ്. ഇതൊരു സെക്കൻഡറി ഊസൈഡിന്റെ പടമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഓവുലേഷൻ സമയത്ത് പുറത്തേക്ക് വരുന്ന ആ ഒരു ഫ്യൂച്ചറിൽ മെച്വർ ഫീമെയിൽ ഗമേറ്റ് ആവാനായിട്ടുള്ള ആ ഒരു സെക്കൻഡറി ഊസൈഡിന്റെ ചുറ്റുമുള്ള ആ ഒരു സ്ട്രക്ചറാണ്. എന്തൊക്കെയാണ് കാണുക? സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ് ഉണ്ടാവും അല്ലെ? അപ്പോൾ ഓവത്തിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട്? ഓവത്തിന്റെ ആ ഒരു സമയത്ത് അതിനെ സറൗണ്ട് ചെയ്ത് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ് ഉണ്ട് ഇല്ലേ? ഈ കാണുന്ന സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ് വരുന്നുണ്ട്. പിന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് സോണ പെലിസിഡ ലെയർ വരുന്നുണ്ട്. പിന്നെന്താണ്? പെരിവിറ്റലൈൻ സ്പേസ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഓവത്തിന്റെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് ഇല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ പ്ലാസ്മ മെംബ്രെയിനും സോണ പെൽസിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പേം കണ്ടോ? നമുക്ക് ഈ പടങ്ങളിൽ കുറേ സ്പേംസ് വരുന്നുണ്ട്. പക്ഷെ 1 sperm ഇവിടെ സോണ പെലിസിഡ ലെയറിൽ വന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെന്താണ്? മെംബ്രെയിനിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും അതൊക്കെ നടത്തി പിന്നെ ഫർദർ ആയിട്ടുള്ള ഒരു സ്പേമിനെ അത് അകത്തേക്ക് കയറ്റില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഓവം സറൗണ്ടഡ് ബൈ ദ ഫ്യൂ സ്പേംസ് എന്ന് കാണിച്ചത്. അപ്പൊ നോക്കിയേ, ഡ്യൂറിങ് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് സ്പേം കംസ് ഇൻ കോൺടാക്ട് വിത്ത് സോണ പെലിസിഡ ലെയർ. ഈ സോണ പെലിസിഡ ലെയർ, ഈ ഗ്രീൻ കളറിൽ കാണുന്ന ലെയറില്ലേ, സോണ പെലിസിഡ ലെയറിലേക്ക് ആര് വന്ന് ടച്ച് ചെയ്യും? ഒരു സ്പേം വന്നാൽ പിന്നെന്താണ് അവിടെ സംഭവിക്കുക? അപ്പോൾ ആ ഓവത്തിന്റെ സോണ പെലിസിഡ ലെയറിൽ ഒരു സ്പേം വന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിനിൽ കുറച്ച് ചേഞ്ചസ് നടത്തും. ദാറ്റ് ബ്ലോക്സ്, അത് ബ്ലോക്ക് ചെയ്യും ഫർദർ എൻട്രി ഓഫ് അഡീഷണൽ സ്പേംസ്. അങ്ങനെ അത് പോളിസ്പേമി തടയാന്ന് പറയും. പോളി എന്ന് പറഞ്ഞാൽ എന്താ? മെനി സ്പേംസ് വന്ന് ഫെർട്ടിലൈസേഷൻ നടത്താതിരിക്കാൻ വേണ്ടി അത് പോളിസ്പേമിനെ തടയും. ഓക്കെ, സിംഗിൾ സ്പേം ആണ്. മില്യൺസ് ഓഫ് സ്പേംസ് വന്നാലും സിംഗിൾ സ്പേംസിനെയാണ്, ഒരു സിംഗിൾ സ്പേം ആണ് ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ദസ് ഇറ്റ്
ensure that only one sperm can fertilize an ovum. ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഒരു സ്പെർമിനെ പറ്റുള്ളൂ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത് എവിടെയാണ് നടക്കുന്നത്? സോണ പെൽസിലർ ലെയറിലാണ് ആ മെംബ്രെയിൻ ചേഞ്ചുകൾ വരുന്നത്. ഒരു സ്പെർം വന്ന് അതിനെ പെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ദ സെക്രീഷൻസ് ഓഫ് ദിസ് എക്രോസോം സ്പെർമിന്റെ ഹെഡിൽ കാണുന്ന സെക്രീഷൻ നമ്മൾ എന്ത് പറയും? അക്രോസോം എന്ന് പറയും അല്ലെ. അപ്പൊ അതാണ് ഈ സ്പെർമിനെ നമ്മൾ പറഞ്ഞു പെൻട്രേറ്റ് ചെയ്യാനായിട്ട് അതിനെ സഹായിക്കുന്നത്. ഏത് നമ്മുടെ ഈ ഓവത്തിന്റെ ഒക്കെ സൈറ്റോപ്ലാസത്തിൽ കൂടെ പെൻട്രേറ്റ് ചെയ്യാൻ അതിനെ സഹായിക്കുന്നത്. അപ്പൊ അത് സൈറ്റോപ്ലാസം വരെ എത്തണമെങ്കിൽ, ഈ സൈറ്റോപ്ലാസം വരെ എത്തണമെങ്കിൽ ആരൊക്കെ കിടക്കണം? സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ് കിടക്കണം, സോണ പെലിസിഡ ലെയർ കിടക്കണം, അത് കഴിഞ്ഞാൽ പെരിവിറ്റ്ലൈൻ സ്പേസും കഴിഞ്ഞ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ. ഈ ഓവത്തിന് ചുറ്റും എന്തുണ്ടാവും? അതിന്റെ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് അല്ലെ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അപ്പൊ അതും കടന്നിട്ട് വേണം സൈറ്റോപ്ലാസത്തിലേക്ക് എത്താനായിട്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ ഈ സെക്രീഷൻസ് ഓഫ് ദിസ് അക്രോസോംസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താവും? അങ്ങനെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെക്കൻഡറി യൂസൈറ്റ് ആയിരുന്നത് വേഗം മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ട്? അതും ഒരു അൺഈക്വൽ ഡിവിഷൻ ആണ്. എന്ത് ഫോം ചെയ്യും? സെക്കൻഡ് പോളാർ ബോഡി. അപ്പോൾ സെക്കൻഡ് പോളാർ ബോഡിയും അതോടൊപ്പം തന്നെ എന്തും ഫോം ചെയ്യുന്നുണ്ട്? ആ സെക്കൻഡ് പോളാർ ബോഡിയുടെ ഒപ്പം തന്നെ ഹാപ്ലോയിഡ് ഓവം ഫോം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ കഥയിലെ താരം ഊട്ടിഡ്. മെച്ചുവർ ആയിട്ടുള്ള ഫീമെയിൽ ഗമേറ്റ് നമ്മൾ ഊട്ടിഡ് എന്നും പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം അല്ലെ, അതിനും എന്നാണ് അല്ലെ, സ്പേമിനും എന്താണ്? എന്നാണ്, ഹാപ്ലോയിഡ് ആണ്. പ്ലസ് അതിന്റെ ഓവത്തിന് എന്താണ്? അതും ഹാപ്ലോയിഡ് ആണ്. അങ്ങനെയാണ് 2n ഫോം ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? സൈഗോട്ട്, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. അല്ലെങ്കിൽ 46 ക്രോമസോംസ് ഉണ്ട് അല്ലേ. ഹൗ മെനി ക്രോമസോം? 46. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അത് ഫോം ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്പേം വന്ന മെംബ്രെയിനിൽ ആ സൈറ്റോപ്ലാസം അപ്പോഴേക്കും എന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? മിയോട്ടിക് 2 ഡിവിഷൻ, മിയോസിസ് 2 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡറി യൂസൈറ്റ് എന്തായി മാറുന്നുണ്ട്? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന അൺഈക്വൽ ഡിവിഷൻ നടന്നിട്ട് സെക്കൻഡ് പോളാർ ബോഡിയും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവമായിട്ട് മാറുന്നുണ്ട് അല്ലെ. സെക്കൻഡ് പോളാർ ബോഡി, ഫസ്റ്റ് പോളാർ ബോഡി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ നേരത്തെ ആ ഒരു ഊജനസിൽ അല്ലെ. അപ്പോൾ അതിന്റെ നമ്മുടെ ഫേറ്റ്, അതിന്റെ നമുക്ക് ഡീജനറേറ്റ് ആവണോ എന്താവണോ എന്ന് വലിയ ധാരണയില്ല എന്നാണ് NCERT-യിലും നമ്മൾ റെഫർ ചെയ്തപ്പോൾ മനസ്സിലായത് അല്ലെ. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവം അതെന്തായിരിക്കും? ലാർജ് ആയിട്ടുള്ള അൺഈക്വൽ ഡിവിഷൻ ആണ്. കാരണം എന്താ? ഊട്ടിഡിനായിരിക്കും മാക്സിമം സൈറ്റോപ്ലാസം കണ്ടന്റ് ഒക്കെ ഉള്ളത് അല്ലെ. അപ്പൊ അതാണ് പിന്നീട് നമ്മുടെ സ്പേമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഓഫ് ദ ബേബി ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഏത് സ്റ്റേജിലാണ്? അപ്പൊ നമുക്ക് മനസ്സിലായി അറ്റ് ദിസ് സ്റ്റേജ് ആണ് സെക്സ് ഓഫ് ദ ബേബി ഡിസൈഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ക്രോമസോം പാറ്റേൺ ഹ്യൂമൻ ഫീമെയിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫീമെയിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? XX ആണ് ആ ക്രോമസോം പാറ്റേൺ വരുന്നത് അല്ലെ. മെയിലാണെങ്കിൽ എങ്ങനെയാ പറയാ? XY അല്ലെ. അപ്പൊ എന്താണ്? Therefore, all haploid gametesകൾ, സ്പെർമിൽ നിന്ന് വരുന്ന എല്ലാ ഹാപ്ലോയിഡ് ഗമേറ്റ്സുകളും, ഐ മീൻ ഓൾ ഹാപ്ലോയിഡ് ഗമേറ്റ്സ് ഫ്രം ദ ഓവത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ നമ്മുടെ ഓവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ ഗമേറ്റ് ആണ്. അതെല്ലാം എന്തായിരിക്കും? ഹാപ്ലോയിഡ് ഗമേറ്റുകളൊക്കെ എന്തായിരിക്കും? അതെല്ലാം XX ആയിരിക്കും അല്ലെ. ഐ മീൻ ഒരു ഇത് വരുന്നത് ഇപ്പൊ X ആയിരിക്കും, അടുത്തതും X തന്നെ ആയിരിക്കും വരിക. പിന്നത്തെ വരുന്നത് ആണെങ്കിലും അടുത്ത ടൈമിലായാലും X തന്നെ വരിക. എവറി ടൈം ഇറ്റ് ഇസ് കമ്മിങ് X അല്ലെ. X ആണ്, കാരണം ഒരു വെറൈറ്റി അവിടെ വരുന്നുള്ളൂ ഗമേറ്റ് അല്ലെ. പക്ഷെ നമ്മുടെ മെയിൽസിന്റെ കേസിൽ അങ്ങനെയാണോ? അല്ല. മെയിൽസിന്റെ കേസിൽ എങ്ങനെയാണ് പറയുന്നത്? മെയിൽസിന്റെ കേസിലാണെങ്കിൽ ഇൻ മെയിൽ ഗമേറ്റ്സ് ദ സെക്സ് ക്രോമസോം കുഡ് ബി ഐദർ X or Y. ദാറ്റ് ഈസ് ഈ സ്പേം ട്രാവൽ ചെയ്ത് വരുന്ന സ്പേം ഇല്ലേ, അത് ഐദർ അത് X ക്രോമസോം ക്യാരി ചെയ്തായിരിക്കും വരിക, അല്ലെങ്കിൽ Y ക്രോമസോം ആണ്. ഓക്കെ, പക്ഷെ ഓവം എങ്ങനെയാണ്? ഓവം ഓൾറെഡി അത് X ആണ്. അത് എപ്പോഴാണെങ്കിലും അതിന്റെ ഗമേറ്റ് എന്ന് പറയുന്നത് അത് ഒരു ടൈപ്പ് ആയാലുള്ളൂ അല്ലെ, സെക്സ് ക്രോമസോം ഫീമെയിലിന്റെ അല്ലെ. അപ്പോൾ ഈ Xും Xും തമ്മിലാണ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ അതവിടെ എന്ത് ഉണ്ടാവും? ഫീമെയിൽ ഉണ്ടാവും. ഈ Xും Yയും തമ്മിലാണ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും? അവിടെ മെയിൽ ഉണ്ടാവും. അപ്പൊ ആരാണ് ഈ സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമൈൻ ചെയ്യുന്നത്? സ്പേം അല്ലേ. ദാറ്റ് ഈസ് എ മെയിൽ ഗമേറ്റ് അല്ലേ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. മെയിൽ ഗമേറ്റ് ഏത് വരുന്ന അനുസരിച്ചാണ്. അപ്പൊ മെയിൽ ഇൻഡിവിജ്വൽ അല്ല അതിന് റീസൺ. ഫീമെയിൽ എപ്പോഴും X ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. നമ്മുടെ ഓവത്തിനുള്ളിൽ എപ്പോഴും X ആണ് അല്ലെ, X ക്രോമസോം ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായത് അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് 50% എന്തായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? X ക്രോമസോം ആയിരിക്കും. 50% എന്തായിരിക്കും? Y ക്രോമസോം ആയിരിക്കും അല്ലെ, X ക്രോമസോം. വൈൽ അതർ 50% may carry Y ക്രോമസോം. അപ്പോൾ ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ദ ഫീമെയിൽ ഗമേറ്റ് സൈഗോട്ട് വുഡ് ക്യാരി ഐദർ XX ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് XY ആയിരിക്കാം ഫോം ചെയ്യുന്നത് അല്ലെ. ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ സ്പേം ഇസ് ക്യാരി X ആയിരിക്കാം അല്ലെങ്കിൽ Y ആണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും ആ ഉണ്ടാവുന്ന ഇൻഡിവിജ്വലിന്റെ സെക്സ് അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ സൈഗോട്ട് ക്യാരിങ് XX എന്തായി മാറും? അത് ഫീമെയിൽ ആയി മാറും. ഇതെന്തായി മാറും? ഇത് ഫീമെയിൽ ആയി മാറും. ഇതെന്തായി മാറും? ഇത് മെയിലായി മാറും. അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഇവന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് ഫീമെയിൽസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല.
അവർ കൊണ്ടുവരുന്ന മീൻസ് അവരല്ല ഈ സെക്സ് ക്രോമസോം വ്യത്യസ്തമായി കൊണ്ടുവരുന്നത്, നമ്മുടെ മെയിൽ ഗമേറ്റുകളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് നമുക്ക് MCQ പോയിന്റിൽ നമുക്ക് ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, the zygote carrying excess would develop to female and the XY ആണെങ്കിൽ മെയിൽ ആവുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, യു വിൽ ലേൺ അബൌട്ട് ദിസ് ക്രോമസോമൽ പാറ്റേൺസ്, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ബേസിസ്, ഇതിലൊക്കെ നമ്മൾ അതിൻ്റെ ചാപ്റ്ററിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കും. ദാറ്റ് ഈസ് വൈ സയന്റിഫിക്കലി ഇറ്റ് ഈസ് കറക്റ്റ് ടു സേ ദാറ്റ് ദ സെക്സ് ഓഫ് ദ ബേബി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാദർ, നോട്ട് ബൈ ദ മദർ. മദർ അല്ല, ഫാദർ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയാനുള്ള കാരണം ഇതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇനി എന്താ പറയുന്നത്, മൈറ്റോട്ടിക് ഡിവിഷൻ. ഇനി എന്താ പറയുന്നത്, ഇപ്പൊ സൈഗോട്ട് നോക്കിയേ, ഇത് പോവം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, സ്പേം വന്ന് ഫ്യൂസ് ചെയ്തു, സൈഗോട്ട് ഫോം ചെയ്തു. ഇനി എന്താ പറയുന്നത്, ഇനി സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ക്ലീവേജിലേക്ക് പോകും. ആ ക്ലീവേജ് എന്താണ്, അതിന്റെ സെൽ നമ്പർ ഉള്ളിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയും, അതിന്റെ ഈ കാണുന്ന സെൽസുകളുടെ ഒക്കെ ബ്ലാസ്റ്റോമിയേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ എണ്ണം കൂട്ടാനാണ്. കാരണം എന്താ, ഇനി അതിന്റെ ചേഞ്ചസുകൾ വരണ്ടേ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇനി അത് എംബ്രിയോ ഒക്കെ ആയിട്ട് മാറണ്ടേ, അപ്പൊ അതിനുള്ളിൽ കുറച്ച് ചേഞ്ചുകൾ നടത്തണം. അപ്പൊ എന്താ പറ്റുന്നത്, അപ്പം നമുക്ക് മനസ്സിലാവുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്, എണ്ണം കൂടണ്ടേ. അപ്പൊ സൈഗോട്ട് മൂവ്സ് ത്രൂ ദിസ് ഇസ്തുമസ്. അത് കഴിഞ്ഞാൽ നോക്കൂ, ഇനി അത് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ആംബുലറിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു, ഇനി അത് എന്ത് ചെയ്യണം, ഇസ്തുമസിക്കോടെ മൂവ് ചെയ്തിട്ട് യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഡിവിഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും, ക്ലീവേജ് എന്ന് പറയാം, മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് നോക്കിയേ 1, 2 അല്ലെ, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഡോട്ടർ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള ഡിവിഷൻസ് ആണ്. അപ്പോൾ കുറച്ച് സ്മോൾ സെൽസുകൾ അതിൻ്റെ ഉള്ളിൽ ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്നു, അതിനെന്ത് പറയും, ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയും അല്ലെ. അപ്പോൾ 4 ഡോട്ടർ സെൽസുകൾ ഫോം ചെയ്യുന്നുണ്ട് മൈറ്റോട്ടിക് ഡിവിഷന്റെ ഭാഗമായിട്ട്. ഇത് നോക്കിയേ 1, 2, 3, 4, 5, 6, 7, 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, ഡോട്ടർ സെൽസുകൾ. പിന്നെന്താണ് 16, നോക്കി ഇത് മൊത്തം കൗണ്ട് ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ 8 to 16 എന്ന് പറയുന്ന ആ ഒരു സെൽ ബ്ലാസ്റ്റോമിയേഴ്സ്, ആ ഒരു എംബ്രിയോ ഇല്ല, ആ എംബ്രിയോ സ്റ്റേറ്റിന് നമ്മൾ എന്ത് പറയും, മൊറുല്ല എന്ന് പറയും. അപ്പൊ സൈഗോട്ടിന്റെ പേര് മാറി ഇപ്പൊ എന്തായി, 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് സെൽഡ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, മൊറുല്ല എന്ന് പറയും. ഓക്കെ, മൊറുല്ല എന്ന് പറയും. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, ഇത് കഴിഞ്ഞ് നോക്കിയാൽ അതിന് വീണ്ടും ഒരു ഡിഫറൻസിയേഷൻ നടന്നു 16 ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും നോക്കിയേ മോർ ദാൻ 8 സെൽഡ് ആയപ്പോഴേക്കും അത് എഫ്, നോക്കി ഇത് എഫ് അല്ലേ, എഫ് കഴിയുമ്പോഴേക്കും അത് എവിടേക്ക് എത്തി, യൂട്രസിന്റെ ഭാഗത്തേക്ക് കടന്നു അല്ലെ. എങ്ങനെ അങ്ങനെ പതുക്കെ കണ്ട G. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഫോം ചെയ്തു. പിന്നെന്തായി, ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ട്. അവിടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോഴേക്കും അത് ഇംപ്ലാന്റ് ആവും. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഔട്ടർ ലെയർ നമ്മൾ എന്ത് പറയും, ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. ഈ കാണുന്ന ഔട്ടർ ലെയറിനെ ട്രോഫോബ്ലാസ്റ്റ്, ബ്ലാസ്റ്റോമിയ സെൽസുകൾ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ടോ. പിന്നെ എന്താണ്, ഇത് നമ്മൾ ഇന്നർ സെൽ മാസ്, ICM എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇന്നർ സെൽ മാസ് എന്ന് പറയും. ഇതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ദിസ് ഓവം, ഫെർട്ടിലൈസേഷൻ, പാസേജ്. കണ്ട ഈ ഇവന്റുകളൊക്കെ പറയാണ്, പാസേജ് ഓഫ് ദിസ് ഗ്രോയിങ് എംബ്രിയോ ത്രൂ ദ ഫിലോപ്പിയൻ ട്യൂബ്, അങ്ങനെ യൂട്രസിലൊക്കെ വന്ന് ഇംപ്ലാന്റേഷൻ നടത്തുന്ന ആ സ്റ്റേജ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്, നമ്മൾ മുറില എന്താന്ന് പറഞ്ഞു, 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയർ എംബ്രിയോനെ, ആ ഒരു എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് നമ്മൾ എന്ത് പറയും, മുറുല്ല എന്ന് പറയും. അപ്പൊ മൊറുല്ല കണ്ടിന്യൂ ടു ഡിവൈഡ് ആൻഡ് ട്രാൻസ്ഫോം ടു ബ്ലാസ്റ്റോസിസ്റ്റ്, അത് മൂവ് ഫർദർ ടു ദി യൂട്രസ്. ആൻഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം, ഔട്ടർ ലെയർ നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ആ ട്രോഫോബ്ലാസ്റ്റ് ആയിട്ട് അറ്റാച്ച് കിടക്കുന്ന സെല്ലുകൾ എന്ത് പറയും, ഇന്നർ സെൽ മാസ്. ട്രോഫോബ്ലാസ്റ്റ് ലെയർ ആണ് പിന്നെ എൻഡോമെട്രിയമായിട്ട് പോയി അറ്റാച്ച് ചെയ്യുന്നത്. ഇന്നർ സെൽ മാസ് എന്തായി മാറും, അവര് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി മാറും, അവരാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്, ആ ഉള്ളിലുള്ള സെൽസുകൾ. അപ്പൊ ആഫ്റ്റർ അറ്റാച്ച്മെന്റ് യൂട്ടേറിയൻ സെൽസുകൾ എന്ത് ചെയ്യും, അതിനെ അവര് റാപ്പിഡ്ലി കവർ ചെയ്യും അല്ലെ, റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്തെടുക്കും ആ ബ്ലാസ്റ്റോസിസ്റ്റിനെ. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എംബഡഡ് ആയി അല്ലെ, അതിന്റെ അകത്തേക്ക് കവേർഡ് ആയി. അപ്പൊ എന്താണ്, എൻഡോമെട്രിയം ഓഫ് ദി യൂട്രസ്, അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ ആൻഡ് ലീഡ്സ് ടു, അതാണ് പ്രഗ്നൻസിലേക്ക് ലീഡ് ചെയ്യുന്നത് അല്ലെ. പടത്തിൽ നിന്ന് നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. ബ്ലാസ്റ്റോസിസ്റ്റ് കണ്ട, അതിന്റെ ഔട്ടർ ലെയർ വന്നിട്ട്, ഈ പടം നോക്കിയേ, ഇവിടെ നോക്കിയേ, അതിന്റെ ഔട്ടർ ലെയർ വന്നിട്ട് എന്താവുന്നുണ്ട്, ഔട്ടർ ലെയർ വന്ന് അവിടെ ആ യൂട്രസിന്റെ ഭാഗത്ത് വന്ന് ഇംപ്ലാന്റ് ആവുന്നുണ്ട് അല്ലെ, ഇംപ്ലാന്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഇനി ആ ഒരു ഔട്ടർ ലെയർ നമ്മളിപ്പോൾ കാണിച്ച ഒരു സ്ട്രക്ചറിൽ, ഒരു മിനിറ്റ് ഇതൊന്ന് മായ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ശ്രമം, പക്ഷെ അത് സ്റ്റക്കായിട്ടുണ്ട്, വെയിറ്റ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഇത് സ്ട്രക്ചർ കണ്ടോ, ഇങ്ങനെ ആ ഒരു ലെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും, വെയിറ്റ് എളുപ്പത്തിന് ഞാൻ വരയ്ക്കാം. നോക്കി, ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് എക്സ്റ്റേണലി ഈ ഒരു ഭാഗം എന്താണ്, ഇതിന് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും അല്ലെ, ട്രോഫോബ്ലാസ്റ്റ് അല്ലെ, ഈ ട്രോഫോബ്ലാസ്റ്റ്. ഇനി അതിൻ്റെ അറ്റാച്ച് ചെയ്ത് ഇവിടെ കിടക്കുന്ന ഒരു
മാസ് ഓഫ് സെൽസ്, അതിന് നമ്മൾ ഇന്നർ സെൽ മാസ് എന്ന് പറയും. ഇതാണ് ഭാവിയിൽ എന്തായി മാറുന്നത്, എംബ്രിയോ ആയി മാറുന്നത്. ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്താവും, ഇവരാണ് പോയിട്ട് ഈ യൂട്രസിന്റെ ഭാഗത്തുള്ള ഇപ്പൊ യൂട്രസിന്റെ ഭാഗമാണെങ്കിൽ ഇവിടെ അത് വന്ന് ഇത് അതിൻ്റെ ഉള്ളിൽ വന്ന് എംബഡ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ എംബഡ് ചെയ്യാൻ ഇവിടുത്തെ സെൽസിൽ ഡിവൈഡ് ചെയ്ത് ഇതിനെ ഉള്ളിലേക്ക് എടുത്ത് അങ്ങനെ അത് വളരും അല്ലെ. ഓക്കെ, വളരും. അപ്പൊ അതാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്, ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റേഷൻ. നോക്കിയേ, നോക്കിയേ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഇതിൽ വന്ന് എംബഡ് ചെയ്യും. അപ്പോൾ അവിടെ റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്യും ആ യൂട്ടറിയൻ സെൽസുകൾ. ഓക്കെ, അങ്ങനെ പിന്നീട് അതിന്റെ ജസ്റ്റേഷൻ പീരീഡ്, ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിൾ ആണ്. ദാറ്റ് ഇസ് എന്തിനാ പറയുന്നത്, ഫെർട്ടിലൈസേഷന്റെ കാര്യം പറയുന്നത്. ആംബുലർ റീജിയനിൽ രണ്ടുപേരും സൈമിൾട്ടേനിയസ്ലി വരണം. പിന്നെ സോണ പെലിസിഡ ലെയർ സ്പേം ടച്ച് ചെയ്യുമ്പോഴേക്കും അതിവിടെ കുറച്ച് ചേഞ്ചുകൾ മെംബ്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ സ്പേംസുകൾ അത് എൻ്റർ ചെയ്യുന്നില്ല. അങ്ങനെ അവരുടെ സെക്രീഷന്റെ ഭാഗമായിട്ട് സൈറ്റോപ്ലാസ്റ്റിക് കൂടെ ഒക്കെ അവർ പാസ് ചെയ്ത് ഉള്ളിലോട്ട് വന്ന് അങ്ങനെ ഫ്യൂഷൻ നടന്ന് അപ്പോഴേക്കും അവിടെ സെക്കൻഡറി ഊസായിട്ട് മിയോസിസ് ഡിവിഷൻ 2 കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് പോളാർ ബോഡിയും ഊട്ടിഡ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഹാപ്ലോയിഡ് ഓവം, മെച്ചുവർ ആയിട്ടുള്ളത്. അത് ആണ് നമ്മുടെ സ്പേമായിട്ട് ഹാപ്ലോയിഡ് ഓവമും ഹാപ്ലോയിഡ് സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അതിന്റെ രണ്ടിന്റെയും ന്യൂക്ലിയസുകൾ അല്ലെ, ന്യൂക്ലിയസുകൾ നമ്മൾ ഫ്യൂസ് ചെയ്തിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. സെക്സ് ഓഫ് ദ ബേബി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ സെക്സ് ക്രോമസോമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ, ഏത് ക്രോമസോം പാറ്റേൺ ആണ് ആ ഗമേറ്റിലുള്ളത്. അപ്പം ഓവത്തിലാണെങ്കിൽ ഏത് ക്രോമസോം ആയിരിക്കും ഉള്ളത്, അത് എക്സ് ക്രോമസോം ആയിരിക്കും ഉള്ളത് അല്ലെ, എക്സ് ക്രോമസോം ആയിരിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എക്സ് ക്രോമസോം ആണ്, കാരണം ഫീമെയിൽ ഇൻഡിവിജ്വൽ എക്സ് ആണ്. അപ്പൊ അത് ക്യാരി ചെയ്യുന്നത് എപ്പോഴും എക്സ് ക്രോമസോംസ് ആയിരിക്കും. പക്ഷെ മെയിൽ ആണെങ്കിലോ, സ്പേം ആണെങ്കിൽ എന്താ ക്യാരി ചെയ്യുക, ഐദർ എക്സ് അല്ലെങ്കിൽ വൈ ആയിരിക്കും. 50-50% ചാൻസ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ മെയിലാണ് ഡിസൈഡ് ചെയ്യുന്നത്, മെയിൽ ഇൻഡിവിജ്വൽ ആണ് ഡിസൈഡ് ചെയ്യുന്നത് സെക്സ് ഓഫ് ദ ബേബി അല്ലെ, ഓൾവേസ്. അപ്പം നമുക്ക് ഫീമെയിൽ ഇൻഡിവിജ്വലിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ പറയുന്നത്, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു, സൈഗോട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ക്ലീവേജ് എന്ന് പറയും നമ്മളതിനെ. അത് കഴിഞ്ഞ് അവർ യൂട്രസിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 വരെ അത് ആ ഒരു ഫെലോപ്പിൻ ട്യൂബിലുണ്ട്. 16 ഒക്കെ ആകുമ്പോഴേക്കും ബ്ലാസ്റ്റോമിയോസ് മൊറുല്ലയുടെ ആ 16 സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും അത് യൂട്രസിലേക്ക് കടന്നു. പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു. അത് കഴിഞ്ഞാൽ അത് വന്ന് ഇവിടെ ഇംപ്ലാന്റ് ചെയ്തു അല്ലെ. അതിന്റെ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഇംപ്ലാന്റ് ചെയ്യും. ഇന്നർ സെൽ മാസ് എന്തായി മാറും, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഭാവിയിൽ എംബ്രിയോ ആയി മാറും. അങ്ങനെ അപ്പോൾ ആ സമയത്ത് അത് വന്ന് എംബഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, യൂട്രൈൻ സെൽസുകളെല്ലാം ഡിവൈഡ് റാപ്പിഡ്ലി അല്ലെ, റാപ്പിഡ്ലി ഇതായിട്ട് അതിനെ കവർ ചെയ്യും ബ്ലാസ്റ്റോസിസ്റ്റിനെ. ഓക്കെ, അങ്ങനെ അത് ഉള്ളിൽ എംബഡ് ആയി എൻഡോമെട്രിയത്തിന്റെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ഇംപ്ലാന്റേഷൻ ആൻഡ് ലീഡ്സ് ടു പ്രഗ്നൻസി. ഇനി നമ്മൾ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഒരു പോർഷൻ കൂടി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് NCERT ലൈൻ ബൈ ലൈൻ കഴിഞ്ഞു. ഓക്കെ, കീപ് വാച്ചിങ്.